നമ്മുടെ സ്വകാര്യ വിദ്യാഭ്യാസ മേഖല വലിയൊരു കച്ചവട രംഗമാണെന്നാണ് പൊതുവെയുള്ള വിമർശനം. അവിടെ അധ്യാപകരാവാനും വിദ്യാർത്ഥികളാവാനും കോഴ കൊടുക്കണം. സ്ഥാപനം നടത്തിക്കൊണ്ടുപോകാൻ പണം വേണ്ടേ എന്നാണ് അവർ ചോദിക്കുക. എന്നാൽ ഇതിൽ നിന്ന് വ്യത്യസ്തമായി സമൂഹത്തിന്റെ നന്മ ലക്ഷ്യമാക്കി തുടങ്ങിയ ചില സ്ഥാപനങ്ങളെങ്കിലും നമുക്കുണ്ട്. തിരൂരങ്ങാടി PSMO കോളേജിന്റെ ചരിത്രത്തിൽ എവിടെയും കോഴയില്ല. എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ അധ്യാപക നിയമനത്തിനും വിദ്യാർത്ഥി പ്രവേശനത്തിനും കോഴ വാങ്ങുന്നു എന്നത് രഹസ്യമല്ല. സ്വകാര്യ മാനേജ്മെന്റിന് കീഴിലുള്ള ഒരു UP സ്കൂളിൽ അധ്യാപകനാകണമെങ്കിൽ ഏറ്റവും കുറഞ്ഞത് 20 ലക്ഷം രൂപ നൽകണം എന്നതാണ് ഇപ്പോഴത്തെ അവസ്ഥ. അധ്യാപക നിയമനത്തിന് മാത്രമല്ല, ഭൂരിഭാഗം മാനേജ്മെന്റ് കോളേജുകളിലും ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിന് 25,000 രൂപ മുതൽ 1.5 ലക്ഷം രൂപ വരെയാണ് ഈടാക്കുന്നത്. ഇങ്ങനെ പണം വാങ്ങാതെ സ്ഥാപനങ്ങൾ നടത്താൻ കഴിയില്ലെന്നാണ് പല മാനേജ്മെന്റുകളുടെയും വാദം. എന്നാൽ ഈ വാദങ്ങൾക്ക് ചുട്ട മറുപടിയാണ് മലപ്പുറം ജില്ലയിലെ തിരൂരങ്ങാടിയിലെ PSMO കോളേജും അനുബന്ധ സ്ഥാപനങ്ങളും നൽകുന്നത്. തിരൂരങ്ങാടി യത്തീംഖാന കമ്മിറ്റിയാണ് ഈ സ്ഥാപനങ്ങളുടെ നടത്തിപ്പുകാർ. LP സ്കൂൾ മുതൽ ഗവേഷണ ഡിപ്പാർട്ട്മെന്റുകൾ വരെ ഈ കമ്മിറ്റിക്ക് കീഴിലുണ്ട്. ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ പഠിക്കുന്നു. അധ്യാപകരും അനധ്യാപകരുമായി 500ഓളം പേരാണ് ഈ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നത്. ഇവരെല്ലാവർക്കും ഇവിടെ ജോലിയിൽ പ്രവേശിക്കാൻ 1 രൂപ പോലും കോഴ നൽകേണ്ടി വന്നില്ല. ഞങ്ങളുടെ പൂർവികന്മാർ ഞങ്ങൾക്ക് കാണിച്ചു തന്ന മാർഗത്തിലൂടെ തന്നെ ഈ സ്ഥാപനം എപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത്. അതിലെ ഏറ്റവും വലിയ ഒരു കാര്യം, ഞങ്ങൾ ഈ സ്ഥാപനത്തിൽ അഡ്മിഷൻ നടക്കുന്ന വിദ്യാർത്ഥികളിൽ നിന്നോ ഈ അധ്യാപകരിൽ നിന്നോ യാതൊരു വിധ കോഴയും വാങ്ങാതെയാണ് ഈ സ്ഥാപനം 1943 സ്ഥാപിച്ച അന്ന് മുതൽ ഇന്ന് ഈ 2012 ഈ നിമിഷം വരെ ഇത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. യോഗ്യത മാത്രമാണ് ഈ കോളേജിലും അനുബന്ധ സ്ഥാപനങ്ങളിലും അധ്യാപക നിയമനത്തിന്റെ മാനദണ്ഡം. അനാഥാലയത്തിലെ അന്തേവാസികളിൽ ആരെങ്കിലും യോഗ്യരായുണ്ടെങ്കിൽ ആദ്യ പരിഗണന അവർക്കായിരിക്കും. പ്രദേശത്തെ പാവപ്പെട്ട കുടുംബങ്ങളിൽ നിന്നുള്ളവർക്ക് അടുത്ത പരിഗണന. അതിൽ ജാതിയും മതവുമൊന്നും പരിഗണിക്കാറില്ല. അധ്യാപക അനധ്യാപക നിയമനങ്ങൾ പൂർണ്ണമായും മെറിറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ്. അത് ഗവൺമെൻറ് പ്രതിനിധിയും യൂണിവേഴ്സിറ്റിയുടെ പ്രതിനിധിയൊക്കെയുള്ള ഇൻ്റർവ്യൂ ബോർഡ് ഇൻ്റർവ്യൂ നടത്തിയിട്ടാണ് തിരഞ്ഞെടുക്കപ്പെടുന്നത്. അതിലും ഞങ്ങൾ ഒരു ബോണസ് മാർക്ക് ഈ സ്ഥാപനത്തിൽ നിന്ന് പഠിച്ചുപോയ അന്തേവാസികളായ വിദ്യാർത്ഥിനികൾക്ക് നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള അധ്യാപകരിൽ അന്യമതസ്ഥർ നിരവധിയുണ്ട്. വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ളവരുണ്ട്. അപ്പോൾ സാമ്പത്തിക മാത്രം ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾക്ക് സത്യത്തിൽ ഈ സ്ഥാപനം ഒരു മാതൃകയാണ്. കുഴ വാങ്ങാതെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്താൻ കഴിയില്ല എന്ന വാദം തെറ്റാണ് എന്ന് സ്ഥാപിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. ഏറ്റവും ഒടുവിലായി ഈ കഴിഞ്ഞ മാർച്ച് മാസത്തിൽ PSMO കോളേജിൽ നടന്ന 6 അധ്യാപക നിയമനങ്ങളിലും ആരോടും മാനേജ്മെന്റ് പണം വാങ്ങിയില്ല. ഞാൻ 28 വർഷത്തോളമായി ഇവിടെ അധ്യാപകനാണ്. ഈ കാലയളവിൽ ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ മാനേജ്മെന്റ് സീറ്റിൽ അഡ്മിഷൻ നേടിയിട്ടുണ്ട്. അതേപോലെ അധ്യാപകരും അനധ്യാപകരുമായി 100ഓളം ആളുകളെങ്കിലും ഇവിടെ നിയമിക്കപ്പെട്ടിട്ടുണ്ട്. കോടിക്കണക്കിന് രൂപ കൊയ്തെടുക്കാൻ സാധിക്കുമായിരുന്നു. പക്ഷേ ഒരു നയാ പൈസ പോലും ആ രംഗത്ത് മാനേജ്മെൻറ്റ് ഉണ്ടാക്കിയിട്ടില്ല. ഒരു അനുഭവം വളരെ വേറിട്ട ഒന്നാണ്. ഒരു വിദ്യാർത്ഥി പ്രവേശനത്തിന് ഒരമ്മ അനാഥയായ തൻ്റെ മകളെയുമായിട്ട് ഇവിടെ പോസ്റ്റ് ഗ്രാജുവേഷന് ഒരു സീറ്റിൽ അഡ്മിഷന് വേണ്ടി വന്നു. അവരെ സംബന്ധിച്ചിടത്തോളം ജസ്റ്റ് അപ്ലിക്കേഷൻ കൊടുത്ത് പോവുക എന്ന് മാത്രമേ വിചാരിച്ചിരുന്നുള്ളൂ. കാരണം അഡ്മിഷൻ കിട്ടുമെന്ന് കരുതിയതല്ല. വളരെ പാവപ്പെട്ട കുടുംബത്തിൽ നിന്നുള്ളതാണ്, അനാഥയാണ്. പക്ഷേ പോസ്റ്റ് ഗ്രാജുവേഷനിൽ വെളിയിൽ മറ്റ് ഏത് മാനേജ്മെൻറ്റും ഭീമമായ സംഖ്യ ഈടാക്കുന്ന ആ സീറ്റ് ആ അനാഥയായ കുട്ടിക്കാണ്, ആ പാവപ്പെട്ട കുട്ടിക്കാണ് മാനേജ്മെൻറ്റ് നൽകിയത്. 1 രൂപ പോലും കോഴ വാങ്ങാതിരുന്നിട്ടും കോളേജിൽ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് കുറവൊന്നും വരുത്താറുമില്ല. 14 ഡിപ്പാർട്ട്മെന്റുകൾ, 2 ഗവേഷണ കേന്ദ്രങ്ങൾ, 9 ഡിഗ്രി കോഴ്സുകൾ, 6 PG കോഴ്സുകൾ, 2000ഓളം കുട്ടികൾ. വേണ്ടത്ര അവർ മറ്റു പല കോളേജിനെ അപേക്ഷിച്ച് ഇഷ്ടം പോസ്റ്റ് സൗകര്യങ്ങളൊന്നുമില്ല. എന്നാൽ പോലും ഉള്ള സൗകര്യങ്ങൾ പരമാവധി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഏറ്റവും നല്ലൊരു എൻവയോൺമെൻറ്റ്, ഒരു അന്തരീക്ഷം ഇവിടെ ഉണ്ടാക്കുന്നുള്ള എന്നതുകൊണ്ടായിരിക്കണം കുട്ടികൾക്ക് കോളേജുമായിട്ട് പിരിഞ്ഞു പോയാലും അവരിപ്പോഴും ബന്ധം നിലനിർത്തുകയും കോളേജിനോട് ആ പഴയ സ്നേഹബന്ധം നിലനിർത്തിക്കൊണ്ട് ഇപ്പോഴും കോളേജിനുമായിട്ട് ബന്ധപ്പെടുകയും ചെയ്യുന്നുണ്ട്. അതുമല്ല, ഇനി പിന്നെ അതിന് ചില ആൾക്കാർ പിരിഞ്ഞു പോയതിന് ശേഷം ഒരു പക്ഷേ അവർ മുന്നിട്ടിറങ്ങിയതുകൊണ്ടായിരിക്കണം മറ്റുള്ളവരെ മൊബിലൈസ് ചെയ്തുകൊണ്ട് കാര്യങ്ങൾ കൂടുതൽ ഭംഗിയായിട്ട് പോകുന്നുണ്ട്. ഇപ്പോഴും കോളേജിലെ ഡിജിറ്റൽ ലൈബ്രറി ശ്രദ്ധേയമാണ്.
UGCയുടെ സ്ഥിരം കോച്ചിംഗ് സെന്ററും മൈനോറിറ്റി കോച്ചിംഗ് സെന്ററും ഇവിടെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നു. പണം ഒരിക്കലും സ്ഥാപനത്തിന്റെ നടത്തിപ്പിന് തടസ്സമായിട്ടില്ലെന്ന് മാനേജ്മെന്റ് വ്യക്തമാക്കുന്നു. ഉദാരമനസ്കർ നൽകുന്ന സംഭാവനയിൽ നിന്നാണ് കോളേജ് നടത്തിപ്പിനുള്ള വരുമാന മാർഗം കണ്ടെത്തുന്നത്. കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥികൾ നൽകുന്ന സംഭാവനയാണ് മറ്റൊരു പ്രധാന വരുമാന മാർഗം. 1949 തിരൂരങ്ങാടി യത്തീംഖാന കമ്മിറ്റി നിലവിൽ വരുന്നത്. പൗരപ്രമുഖനായിരുന്ന MK ഹജിയായിരുന്നു സ്ഥാപകൻ. കോറോണ കാലത്ത് ഒരുപാട് ആളുകൾ രക്ഷിതാക്കളില്ലാത്തതാണ്. അപ്പോൾ കേവലയും ചികിത്സായ വല്ലതും കൂടി ആലോചിച്ചിട്ട് അങ്ങനെ പരിഹാരം കണ്ടാണ് തലശ്ശേരി പോയി ചികിത്സകനെ കണ്ട് അങ്ങനെ യത്തീംഖാന തുടങ്ങാൻ വെച്ചു. മഹാമാരി പിടിപെട്ട് നിരവധി പേർ ഈ മേഖലയിൽ മരിച്ചു. നിരവധി കുഞ്ഞുങ്ങൾ അനാഥരായി. ഈ അനാഥരിൽ 10 പേരെ MK ഹാജി തന്റെ വീട്ടിൽ താമസിപ്പിച്ചു വളർത്തി. അനാഥരുടെ എണ്ണം കൂടിയതോടെ യത്തീംഖാന സ്ഥാപിച്ചു. ഈ യത്തീംഖാനയുടെ കമ്മിറ്റിക്ക് കീഴിലാണ് കോളേജടക്കമുള്ള സ്ഥാപനങ്ങൾ വളർന്നു വന്നത്. പഴയ കമ്മിറ്റി അംഗങ്ങളിൽ ഇന്ന് ജീവിച്ചിരിക്കുന്നത് CH കുഞ്ഞേതു ഹാജി മാത്രമാണ്. ഒരിക്കലും വിദ്യാർത്ഥികളോടും അധ്യാപകരോടും പണം വാങ്ങാതെ ഈ സ്ഥാപനങ്ങൾ നടത്താൻ കഴിയണമേ എന്നാണ് വാർദ്ധക്യ സഹജമായ രോഗങ്ങൾ കാരണം കിടപ്പിലായ കുഞ്ഞേതു ഹാജിയുടെ എപ്പോഴത്തെയും പ്രാർത്ഥന.